ഗോപാൽ ശിലാസനിൽ വിവരം നൽകിയായിരുന്നു. ഇപ്പോൾ ബ്രിട്ടീഷ് യുദ്ധവിമാനം അറ്റകുറ്റപ്പണി ചെയ്യാൻ വരുന്ന വിമാനത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ 1 മാസത്തിനോടടുത്ത് ഈ ബ്രിട്ടീഷ് യുദ്ധവിമാനം കേടുപാടിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയിട്ട് അവിടേക്ക് ആ യുദ്ധവിമാനം അറ്റകുറ്റപ്പണി ചെയ്ത് കൊണ്ടുപോകാനുള്ള ആലോചനയിലേക്ക് കടക്കുന്നപ്പോൾ അതിനുള്ള വിമാനം പറന്നെത്തിയതിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ തത്സമയം പ്രേക്ഷകർ കണ്ടത്. വീണ്ടും ഗോപാൽ ശീലാസൻ ഒരു മിനിറ്റ്, ഈ വിമാനത്തിന്റെ വിശദാംശങ്ങളുമായി റഹീസ് റഷീദുണ്ട്. റഹീസ്, ഇപ്പോൾ ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇവിടെ പ്രശ്നങ്ങളായി കുറച്ച് ദിവസങ്ങളായി കിടക്കുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ. പക്ഷേ അത് നേരെയാക്കാൻ കഴിയാതെ അവിടെ കിടക്കുകയായിരുന്നു. ഇപ്പോൾ ബ്രിട്ടനിൽ നിന്ന് തന്നെ അത് നേരെയാക്കാനുള്ള വിമാനവും എത്തുകയാണോ? എയർ 400M അറ്റ്ലസ് എന്ന വിമാനമാണ് അല്പസമയം മുമ്പ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 17 ആളുകൾ, ഇതിൻ്റെ സാങ്കേതിക വിദഗ്ധരായ 17 പേർ കൂടി ഈ അറ്റ്ലസ് 400M ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിമാനം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വിമാനം സാങ്കേതിക വിദഗ്ധരെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയതിന് ശേഷം തിരിച്ചു പോകും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ C-17 ഗ്ലോബ് മാസ്റ്റർ ട്രാൻസ്പോർട്ട് വിമാനമായിരുന്നു വരിക എന്നതായിരുന്നു ബ്രിട്ടീഷ് എയർവേസിനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. ആ ഗ്ലോബ് മാസ്റ്റർ വിമാനമാണെങ്കിൽ നിലവിൽ ഇവിടെ കിടക്കുന്ന F-35 വിമാനത്തിൻ്റെ ചിറകുകൾ അഴിച്ചു മാറ്റി എയർലിഫ്റ്റ് ചെയ്ത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമായിരുന്നു ബ്രിട്ടീഷ് എയർവേസ് നടത്തിയിരുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടൻ നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ വന്ന വിമാനം ഈ വിമാനത്തെ എയർലിഫ്റ്റ് ചെയ്ത് F-35 വിമാനത്തെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാങ്കേതിക സംവിധാനം ഉള്ള വിമാനമല്ല ഇപ്പോൾ വന്ന A400M അറ്റ്ലസ് എന്ന വിമാനം. സ്വാഭാവികമായും ഇവിടെ കിടക്കുന്ന തകരാർ പരിഹരിക്കാതെ കിടക്കുന്ന വിമാനം സാങ്കേതിക വിദഗ്ധർ എത്തി തകരാർ പരിഹരിച്ച് തിരിച്ച് പറത്തി തന്നെ കൊണ്ടുപോകാൻ പറ്റും എന്ന ആത്മവിശ്വാസം ബ്രിട്ടന് ഉണ്ട് എന്നതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അവർ എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാങ്കേതിക സംവിധാനവും സ്പേസുമുള്ള വിമാനം കൊണ്ടുവരാതെ മറ്റൊരു വിമാനത്തിൽ വന്ന് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം ജൂൺ മാസം 14-ാം തീയതി മുതലാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഏറ്റവും മികച്ച ഫൈറ്റ് ജെറ്റർ വിമാനമായ F-35 ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായത്. അതാണെങ്കിൽ പോലും ഇന്ത്യ പസഫിക് മേഖലയിൽ ബ്രിട്ടീഷ് നാവികസേന സഞ്ചരിക്കുന്നതിനിടയിലാണ് ഒരു വിമാനം പറന്ന് അവിടുന്ന്, ഈ വിമാനത്തിൻ്റെ ഒരു പ്രത്യേകത നേരെ കുത്തനെ മുകളിലേക്ക് പറക്കാനും കുത്തനെ താഴേക്ക് ഇറങ്ങാനും വളരെ സിമ്പിളായി ലാൻഡ് ചെയ്യാനും പറന്നുയരാനും പറ്റുന്ന ഒരു വിമാനമാണ്. പക്ഷേ ഈ വിമാനത്തിന് കടലിലുള്ള പരീക്ഷണ പറക്കലിന് ശേഷം അവിടെ തന്നെ ഇറങ്ങാൻ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇറങ്ങാൻ കുറേ സമയം ശ്രമിച്ചതിൻ്റെ ഭാഗമായി അതിൻ്റെ അകത്തെ ഇന്ധനത്തിനും കുറവ് വന്നു. അതേ തുടർന്നാണ് തൊട്ടടുത്ത് കാണുന്ന തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത് വന്നിറങ്ങിയത്. സ്വാഭാവികമായും ഇന്ധനം നിറച്ചതിന് ശേഷം തിരിച്ചു പോകാം എന്നതായിരുന്നു പ്രതീക്ഷ. ഇത് ഒറ്റ എഞ്ചിനുള്ള ഒറ്റ പൈലറ്റുള്ള ആകെ ഒരാൾ മാത്രമേ ഇതിനകത്തുള്ള ഒരു ഫൈറ്റർ ജെറ്റ് വിമാനമായതുകൊണ്ട് അങ്ങനെയാണ്. അതിനുശേഷം ഇവിടെ വന്ന് ഇന്ധനം നിറച്ച് തിരിച്ചു പറക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് അടിയന്തരമായി ഇറക്കുന്നതിനിടെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇതിനകത്തുണ്ടായിരുന്ന പൈലറ്റ് ഈ വിമാനത്തിൻ്റെ ഫ്രണ്ടിൽ കസേരയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സംഭവമുണ്ടായി. പിന്നീട് രക്ഷാപ്രവർത്തനത്തിന് ബ്രിട്ടൻ ആരംഭിച്ചു. വിമാനവാഹന കപ്പലിൽ നിന്ന്, അതായത് ഈ F-35 പറന്നുയർന്ന ഇന്ത്യ പസഫിക് മേഖലയിൽ ഉണ്ടായിരുന്ന ബ്രിട്ടൻ്റെ കപ്പലിൽ നിന്ന് ഒരു പൈലറ്റും 2 എഞ്ചിനീയർമാരും കൂടി ഹെലികോപ്റ്ററിൽ പറന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുകയും ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയാണ് ചെയ്തിരുന്നത്. ഇത് പറത്തിക്കൊണ്ടുവന്ന പൈലറ്റ് അപ്പോൾ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. പിന്നീടാണ് ഇത്
കെട്ടിവലിച്ച്, അതായത് ഇത് കൊണ്ടുപോയി ഇവിടെ നിന്ന് കൊണ്ടുപോയി ബ്രിട്ടനിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഇത് നിർമ്മിച്ച അമേരിക്കയിൽ കൊണ്ടുപോയി അറ്റകുറ്റപ്പണികൾ ചെയ്യാമെന്ന തീരുമാനത്തിലെത്തിയത്. ഇതിൻ്റെ സാങ്കേതിക സംവിധാനം മറ്റു രാജ്യങ്ങൾ അറിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് അത്തരമൊരു ആലോചനകൾ നടത്തിയത്. പക്ഷേ അങ്ങനെയാണ് ഗ്ലോബ് മാസ്റ്റർ വിമാനം വരും എന്ന് അറിയിച്ചത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് എയർബസ് 400 ആണ്. ഇതിൽ നിന്നുള്ള ഈ എയർബസ് 400 ഇന്ന് തന്നെ തിരിച്ചു പോകുമെന്നാണ് വിമാനത്താവള അധികൃതരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനുശേഷം അറ്റകുറ്റപ്പണി നടത്തി F-35 പറത്താൻ പറ്റുന്ന തരത്തിൽ ആയില്ലെങ്കിൽ മാത്രം 17 ഗ്ലോബ് മാസ്റ്റർ വന്ന് അതിലകത്തേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന സംവിധാനം മാത്രമേ ആലോചിക്കുന്നു എന്നതാണ് പറഞ്ഞത്. ഈ അമേരിക്കയുടെ ജോയിന്റ് സ്ട്രൈക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ്, രണ്ടാം തലമുറ യുദ്ധവിമാനത്തിന്റെ ഭാഗമായിട്ടാണ് F-35 വരുന്നത്. ഒറ്റ സീറ്റ്, ഒറ്റ എഞ്ചിൻ, ശബ്ദത്തെക്കാൾ 1.6 വേഗം ഉള്ള ഒരു കൂറ്റൻ വിമാനമായിരുന്നു ഇവിടെ കിടന്നത്. അറ്റകുറ്റപ്പണിക്കായുള്ള സാങ്കേതിക വിദഗ്ധർ 17 അംഗ സാങ്കേതിക വിദഗ്ധരെ ഇറക്കിയ ശേഷം ഈ വിമാനം മടങ്ങിപ്പോകും എന്നുള്ള വിവരമാണ് ഇപ്പോൾ റഹീസ് റഷീദ് നൽകുന്നത്. ബ്രിട്ടീഷ് യുദ്ധവിമാനം അറ്റകുറ്റപ്പണി ചെയ്യാതെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കുകയാണത് നേരെയാക്കാനുള്ള സാങ്കേതിക വിദഗ്ധരുമായുള്ള വിമാനം എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചത്.